ഏറ്റവും സ്നേഹം നിറഞ്ഞ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭിവന്ദ്യനായ പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി ഹാജി, നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സയ്യിദ് സിദിക്കോയ തങ്ങളവർകൾ, നമ്മുടെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ള മുത്തേടം യൂസുഫ് അലി സക്കാഫി, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ മഹത് വ്യക്തിത്വങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ സഹറയിൽ പഠിക്കുന്ന, ലീഡേഴ്സ് അക്കാദമിയിൽ പഠിക്കുന്ന നമ്മുടെ കുരുന്നുകൾ, ലീഡേഴ്സ് അക്കാദമിയിൽ നിന്ന് ആദ്യാക്ഷരം കുറിച്ച കുരുന്നുകൾ, അവരുടെ പെർഫോമൻസ് അവതരിപ്പിക്കാനും അവരുടെ ഉള്ള ഒരു അവസരം ലീഡേഴ്സ് അക്കാദമിയുടെ ഈ വളരെ പ്രൗഢമായിട്ടുള്ള ഈ സദസ്സിൽ ഇന്ന് നമുക്ക് ഏകദേശം 9 വർഷത്തോളമായിട്ട് ഈ സ്ഥാപനം വളരെ വിജയകരമായി നടന്നു പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അറിയാം, സഹറത്തുൽ ഖുർആൻ്റെ ഡിസൈൻ വളരെ പെർഫെക്റ്റായിട്ട് 3 വയസ്സ് മുതൽ ഒരു 3 വർഷത്തെ അധ്യാപനം, വളരെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള അധ്യാപനം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ ഖുർആൻ്റെ ആദ്യാക്ഷരങ്ങൾ ഓരോ ക്ലാസ്സുകളിലും പടിപടിയായി ഈ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് 3-ാമത്തെ വർഷത്തിലെത്തുമ്പോൾ അവർക്ക് ഒരു ജുസ് കംപ്ലീറ്റ് ആക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൂടാതെ ആദ്യത്തെ വർഷം മുതൽ അവർക്ക് ഇംഗ്ലീഷ്, അറബിക്ക്, അതുപോലെ ഈ മാത്തമാറ്റിക്സ്, എണ്ണം, നമ്പർ, ന്യൂമറിക്ക് കാര്യങ്ങളൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് അവർക്ക് അറിവ് നൽകി 3-ാം വർഷത്തിലെത്തുമ്പോൾ ഏകദേശം അവർ ഒരു 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനുള്ളതും അതിൽ കൂടുതലുമായിട്ടുള്ള അറിവുകൾ നേടിക്കൊടുക്കുന്നു. അതുകൂടാതെ ഖുർആൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ജുസ് കംപ്ലീറ്റ് ആക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് വരുന്നത്. ഈ അവസരങ്ങളിലൊക്കെ നമ്മളെ വിദ്യാർത്ഥികൾ ഖുർആൻ പഠിക്കുന്നുണ്ടെങ്കിലും അതൊരു റെമഡി രൂപത്തിൽ അങ്ങനെ പഠിച്ചു പോകുന്നു. 1-ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ സീരിയസ് ആയിട്ട് തജ്വീദോട് കൂടിയിട്ട് ഖുർആൻ പഠിപ്പിക്കാനുള്ള ഒരവസരം ഞങ്ങളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മദ്രസ പഠനമാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ 2-ാം ക്ലാസ്സിലെ മദ്രസ പഠനം കൊടുക്കുന്നു. ഖുർആനാണെങ്കിൽ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള എന്നും നമ്മൾ സ്ഥിരമായി ചൊല്ലേണ്ട, ഓതേണ്ട എല്ലാ ഖുർആനിക ആയത്തുകളും സൂറത്തുകളും എല്ലാം പഠിപ്പിച്ച് വളരെ പെർഫെക്റ്റായിട്ട് അവരുടെ 3 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള കാലഘട്ടം നമ്മളുടെ കൂടെ അവരെ നിലനിർത്തുന്നതോട് കൂടിയിട്ട് അടിസ്ഥാനപരമായിട്ട് അവരെ കോൺഷ്യസ് മൈൻഡിലും ഭാവിയിൽ അവരെ അൺകോൺഷ്യസ് മൈൻഡിലും ഇസ്ലാമിൻ്റെ ഷിയാറുകൾ അടിസ്ഥാനം പാകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കളോട് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന ഒരു രീതി ഇവിടെ നടന്നു വരുന്നുണ്ട്. ആദ്യത്തെ ഒരു വർഷം ഒരു ഫസ്റ്റ് ചേർക്കുന്ന സമയത്ത് അവർക്കൊരു 40, 50, 60 കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിലും 4-ാം ക്ലാസ് നമ്മളെ ഒരു വിഭാവനം ചെയ്തിട്ടുള്ള ഈ 4-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് കുട്ടികൾ വളരെയധികം കുറഞ്ഞു പോകുന്നു. 9 കുട്ടികളിലൊക്കെ എത്തുന്നു. ഇത് നമ്മുടെ ഒരു നമ്മൾ മുടക്കുന്ന നമ്മളെ ഒരു എഫർട്ടിനെ തടയിടുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുമ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള ആ കാര്യത്തിലേക്ക് ഈ കുട്ടികൾ എത്തുന്നില്ല. നമ്മൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു മരം നട്ടു. ആ മരം 7-ാമത്തെ വർഷത്തിലാണ് അത് കായ്ച്ച് അതിൻ്റെ ഫലങ്ങൾ തരിക എന്നുള്ള ഒരു രീതിയാണെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മളത് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഉപകാരമില്ലാതായി തീരും. നമുക്ക് കഴിഞ്ഞ ഇവിടെ
രക്ഷിതാക്കളൊക്കെ കുട്ടികളൊക്കെ നമ്മളെ സ്കൂളിൽ വന്ന ഒരവസരം ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു സെഹറ കഴിഞ്ഞ് നേരെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക്, സാധാരണ സ്ഥാപനങ്ങൾക്ക് പോയ കുട്ടികൾക്ക് ഇവിടുന്ന് പഠിപ്പിച്ച അറിവുകളും അല്ലെങ്കിൽ ആ ഖുർആന്റെ വാക്യങ്ങളോ ദിക്റുകളോ ഒന്നും അവർക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ബുദ്ധി വികസിച്ച് അവരൊരു മെച്ചുവേർഡായി വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അവർ ഞങ്ങളെ കൂടെ നിർത്തിയാൽ മാത്രമാണ് കുട്ടികൾ നമ്മളെ വിചാരിച്ച ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആ ആഴത്തിലുള്ള മത ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടത്താൻ സാധിക്കുള്ളൂ എന്ന് ഇതിലൂടെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആദ്യമായിട്ട് ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ സിദിക്കോയ തങ്ങളവർകൾ, അതുപോലെ നമ്മുടെ പ്രസിഡന്റ് പിന്നെ യൂസഫ് അലി സക്കാഫി, പിന്നെ നമ്മളിവിടെ വരാൻ ഏറ്റിരുന്ന നമ്മുടെ പുറടത്ത് കുഞ്ഞുമോൻ സാഹിബ് വരാൻ ഏറ്റിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. നമ്മുടെ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കുഞ്ഞു ഹാജി ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രവാസി പ്രതിനിധിയായിട്ട് നമ്മുടെ ഷമീർ സാറുണ്ട്. അതുപോലെ നമ്മുടെ കാര്യദർശികളായിട്ടുള്ള ഗൾഫ് പ്രതിനിധിയായിട്ടുള്ള ഷമീർ സാഹിബ് ഉണ്ട്. അവരൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും ഈ സ്ഥാപനം നടത്തി കൊണ്ടുപോകുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മളെ ശക്തി. തീർച്ചയായിട്ടും ഒരു കാര്യം അതിൻ്റെ ഇടയിൽ പറയാണ്, ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പഠന നിലവാരത്തിനെ പറ്റി എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ടീച്ചറോടുമാരോട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തീർച്ചയായിട്ടും പരിഹരിക്കും. വിഷയത്തിൽ കിടക്കാണ്. ഈ എല്ലാ ആളുകളെയും ഈ പറഞ്ഞ നമ്മുടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രക്ഷിതാക്കളെ സ്വാഗതം ചെയ്യുന്നു, ടീച്ചേഴ്സിനെ, വിദ്യാർത്ഥികളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ അഭിവന്ദനായ AP മുഹമ്മദ് ഹാജി അവർകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് സീദിക്കോയ തങ്ങളവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا بني أقم الصلاة وأمر بالمعروف وانهى عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. صدق الله مولانا الكريم. ഏറ്റവും സ്നേഹധന്യരായ പണ്ഡിതന്മാരെ, അധ്യക്ഷൻ മൈമുനി ഹാജി അടക്കമുള്ള വാദി മർവയുടെ പ്രവാസ ലോകത്ത് ഇതിന് നേതൃത്വം നൽകുന്ന ഷമീർ അയിരൂർ അടക്കമുള്ള സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരിമാരെ, വാദി മർവയുടെ നീണ്ട 9 വർഷക്കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ, അതുപോലെ ഭൗതിക രംഗത്തുള്ള സംവിധാനങ്ങൾ അത് ലഭിക്കേണ്ട സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംവിധാനമാണ് വാദി മർവയിലെ നമ്മുടെ ഈ സംവിധാനം. ഈ കാലഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയ
നിഅമതാനി മഅബൂദുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. ജനങ്ങൾ അധികവും ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ. അതിനെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയത്. ഒരുപക്ഷെ അതൊക്കെ നമ്മളെ സംബന്ധിച്ചായിരിക്കും. ഒരുപാട് തിരക്കുകൾക്ക് ഇടയിൽ, ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇടയിൽ നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് നിയമത്തുകൾ, അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. അത് ഒന്ന് ഒഴിവ് സമയമാണ്, ഫറാഗ്, ഒഴിവ് സമയം, വെക്കേഷൻ. അത് ഫലപ്രദമായി, ആരോഗ്യപരമായി, ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുന്നവർ അത് വളരെ കുറവാണ്. അതിനെ സംബന്ധിച്ച് അവർക്ക് അവബോധം സൃഷ്ടിക്കുക. ഒരുപാട് ഒഴിവ് സമയം കിട്ടുമ്പോൾ അതൊക്കെ ധാർമ്മികമായ മൂല്യങ്ങൾ നിറഞ്ഞ ഫലവത്തായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൽപ്രവർത്തനമാണ്. മറ്റൊന്ന് ആരോഗ്യം, സിഹത്ത്. ആരോഗ്യത്തിൻ്റെ വിഷയത്തിലും ആളുകൾ വളരെ അശ്രദ്ധന്മാരാണ്, അല്ലെങ്കിൽ മടിയന്മാരാണ്, അതിൽ അലസത കാണിക്കുന്നവരാണ് ഭൂരിപക്ഷം ജനങ്ങൾ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തി. ഈ കാലഘട്ടത്തിൽ അത് വളരെ അർത്ഥവത്തായ, വളരെ അനുയോജ്യമായ, കാലോചിതമായ ഒരു മേറ്ററായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സർവ ആരോഗ്യ കേന്ദ്രങ്ങളും ഹോസ്പിറ്റലുകളും മെഡിക്കൽ സെൻ്ററുകളിലും എല്ലാ സ്ഥലത്തും തിരക്കാണ്. ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ, ആ ശരീരം അപകടത്തിലേക്ക് എത്തുന്ന അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, സംവിധാനങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഭക്ഷണങ്ങളിൽ കൂടെ ആകട്ടെ, മറ്റ് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ കൂടിയാകട്ടെ, മനുഷ്യർ പലരും അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മുന്നറിയിപ്പാണ്. നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതിൽ ആരോഗ്യമുള്ളത് ഏത്, ആരോഗ്യമില്ലാത്തത് ഏത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്, അനാവശ്യമുള്ളത്, അത് വേർതിരിച്ചറിയാനുള്ള, അത് മനസ്സിലാക്കാനുള്ള ഒരു ജാഗ്രത, അതിനുള്ള ഒരു ഒരുക്കം സഹോദരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഈ ഉദ്ഘാടന ഭാഷണത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. നമ്മുടെ എരമംഗലത്ത് എണ്ണി നോക്കിയാൽ മെഡിക്കൽ ഷോപ്പ് എത്ര ഉണ്ട്? 5-ൽ കുറയാത്ത മെഡിക്കൽ ഷോപ്പുണ്ട്. ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞ മാറഞ്ചേരി 6 എണ്ണമുണ്ട്. പെരുമ്പടപ്പില് അതേ എണ്ണത്തിൽ കൂടുകയോ കുറയുകയോ മെഡിക്കൽ ഷോപ്പുകളുണ്ട്. ഇങ്ങനെ നമ്മൾ പൊന്നാനിയിൽ മാത്രം
എടുത്തു നോക്കിയാൽ അത്താണിയിലെ മുക്കപ്പോൾ ഏറ്റവും ചെറിയ സ്ഥലമാണ് മുക്കാല, അവിടെയുമുണ്ട്. പനമ്പാടുണ്ട്, 2 പനമ്പാടുണ്ട്. അത്താണി 2 അങ്ങനെ കുണ്ടുകടവ് 4 ഈ മെഡിക്കൽ ഷോപ്പിൽ ഒരു ദിവസം ഞാൻ പഠനം നടത്തിയതാണ്, 5000 മുതൽ 25,000 രൂപയുടെ കച്ചവടം നടക്കുന്നു. ഈ മരുന്ന് ആരാണ് കഴിക്കുന്നത്? എരമംഗലത്തെ 6 മെഡിക്കൽ ഷോപ്പിലെയും 20,000 കൂട്ടുകയാണെങ്കിൽ എത്രയായി? 1,20,000 രൂപയുടെ മരുന്ന് എരമംഗലം ഭാഗത്തുള്ള ആളുകൾ തിന്നു തീർക്കുക. മാറഞ്ചേരിക്കാരല്ല, മാറഞ്ചേരിയിൽ വേറെ 6 ഉണ്ട്, മുക്കാല വേറെയുണ്ട്. നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ്. എരമംഗലത്തുള്ള ആളുകൾ 1,20,000 രൂപയുടെ മരുന്ന് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് പോയ പെരുമ്പടപ്പും അതേമാതിരി, ആൽത്തറ പോയ അങ്ങനെ, വടക്കേകര, എല്ലാ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും എടുത്തു നോക്കിയാൽ ഈ മരുന്നിങ്ങനെ ഭക്ഷണം പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ കാരണം? ഒന്ന്, വിശ്വാസക്കുറവ്. എൻ്റെ ഉമ്മമാര് ശ്രദ്ധിക്കുക, വിശ്വാസക്കുറവ്. വിശ്വാസക്കുറവ് എന്താ? എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടാവുമ്പോൾ പാഞ്ഞ് ഓടി. ചെറിയൊരു പനി ഉണ്ടായാൽ നമ്മൾ മക്കൾ എടുത്തിട്ട് ഡോക്ടറെ കാണും. ഏത് ഡോക്ടറെ അടുത്താ പോവുക? ഏറ്റവും ആളുകൾ കൂടുന്ന ഡോക്ടറെ അടുത്ത് പോവും. എന്താ ഇതിന്റെ കാരണം? അവിടെ നല്ല സ്ട്രോങ് ഉള്ള മരുന്നാണ് കൊടുക്കുന്നത്. നമുക്ക് കിട്ടേണ്ടതും ഏതാണ്? ഇന്ന് മരുന്ന് കഴിച്ചാൽ, ഇന്ന് രാവിലെ മരുന്ന് കഴിച്ചാൽ വൈകുന്നേരം രോഗം മാറണം, പെട്ടെന്ന് മാറണം. കാരണം ബിസിയാണ്, തിരക്കാണ്. അപ്പോൾ നല്ല ഡോക്ടർ ഏതാണ്? നല്ല സ്ട്രോങ് ഉള്ള മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ. അവിടെ നല്ല തിരക്കേകാരം. നമ്മൾ അവിടെ പോയിട്ട് നല്ല സ്ട്രോങ് ആയ മരുന്ന് കഴിക്കും. ആ കുട്ടി അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു മാസത്തിന് ശേഷം വേറെ രോഗിയായി മാറും. അപ്പോൾ വീണ്ടും അവിടെ പോവും, ഡോക്ടർ വേറെ മരുന്ന് തിരിച്ചു ചെയ്തും. ഈ ശീലം നമ്മൾ ഒഴിവാക്കണം. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാരുണ്ടാവും, അവരോട് ചോദിക്കുക, ഒരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാലൊക്കെ 2-3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യും, കാത്തു നിൽക്കും, എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവുള്ളൂ. കാരണം പനി അത് മനുഷ്യനിക്ക് ആവശ്യമുള്ളതാണ്. ഓവർ പനിയാവുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം. ജലദോഷം നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യം പോവുകയാണ്. ശരീരത്തിന് പോകേണ്ട സാധനമാണ് ജലദോഷം. അത് മൂക്കിൽ കൂടെയും വായയിൽ കൂടിയും പോകണം, കണ്ണിൽ കൂടി പോകണം. അത് പോകാതെ, അതിനെ പോകാൻ അനുവദിക്കാതെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി അത് കെട്ടിവെച്ചാൽ അത് വേറെ രോഗമായി മാറും. ഇതാരാ മനസ്സിലാക്കുന്നത്? ഒറ്റ കുട്ടി മനസ്സിലാക്കില്ല, വേഗം പായന്നെ. അപ്പോ ക്ഷമ വേണം, വിശ്വാസവും വേണം. ഞാൻ 1991 വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിയാത്ത് അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് വെല്ലൂര് എന്ന് പറയുന്ന ടൗണിൽ 15 ലക്ഷം ജനങ്ങളുണ്ട്. മെഡിക്കൽ ഷോപ്പ് 1, ഒരൊറ്റ മെഡിക്കൽ ഷോപ്പ്. CMC ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഒരു മെഡിക്കൽ ഷോപ്പ്. അതെന്നെ എപ്പോഴെങ്കിലും രോഗിയെ മരുന്ന് സീട്ടിട്ട് വരുന്നുണ്ട്. എന്താ കാരണം? അവിടുത്തെ ഭൂരിപക്ഷം ആളുകളും ഹൈന്ദവ സുഹൃത്തുക്കളാണ്, മുസ്ലിംസ് കുറവാണ്. പക്ഷെ അവർക്ക് രോഗം വരുന്നില്ല. എന്താ കാരണം? അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ തന്നെ അവരവരെ വിശ്വാസപരമായ ചില കാര്യങ്ങളുണ്ട്, അതവർ ചെയ്യും. അവരുടെ വിശ്വാസപരമായ ചില വിഷയങ്ങളുണ്ട്, അത് ചെയ്യും. അതിലും മാറിയിട്ടില്ലെങ്കിലേ ഡോക്ടറെ സമീപിക്കുള്ളൂ. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലും അങ്ങനെയായിരുന്നു. രോഗങ്ങൾക്കും മറ്റുമൊക്കെ വിശ്വാസപരമായി നമ്മുടെ പൂർവികരായി പറഞ്ഞിരുന്ന പല കാര്യങ്ങളുമുണ്ട്, പല ഒറ്റമൂലികളുണ്ട്, പലതുമുണ്ട്. സൂറത്തുൽ ഇഖ്ലാസും ഫാത്തിഹ സൂറത്ത് കോതി
അത് മന്ത്രിച്ച് കുടിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന് വിശ്വാസം വേണം. വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ വേഗം ഓടുകയാണ്. മെഡിക്കൽ സെന്ററിലേക്ക് ഓടി നമ്മുടെ 1 ലക്ഷം ശമ്പളം വാങ്ങുന്ന നമ്മുടെ മകൻ 75,000 രൂപയും ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളുടെയും ചികിത്സക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറിയിട്ട് നല്ല ഭക്ഷണം, ഉപ്പ്, പൊടിയുപ്പ് ഒഴിവാക്കിയിട്ട് കല്ലുപ്പിലേക്ക് മാറുന്ന സമ്പ്രദായം, രാത്രി നേരത്തെ ഉറങ്ങുന്ന സമ്പ്രദായം, അനാവശ്യമായ ഉറക്കം ഒഴിക്കുന്ന സമ്പ്രദായം, രാത്രിയിലെ ഭക്ഷണം മഗ്‌രിബിന്റെ ശേഷം കഴിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കരിച്ച ഉടനാണ് ഭക്ഷണം കഴിക്കേണ്ടത്. പല ഉമ്മമാരും രാത്രി 11 മണിക്ക് 10 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയാണ്. വലിയ രോഗങ്ങൾ വരും. ഒരു സംശയമില്ല, ഖുർആനിലുണ്ട്, ഹദീസിലുള്ള വിഷയമാണ് പറയുന്നത്. ഈ ജീവിത ശൈലി നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യവും ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫറാഉക ഖബില സുഗ്ലിക വസിഹതുക ഖബില സഖമിക. രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തി. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബങ്ങളിലും മറ്റുമൊക്കെ ഒരു നല്ല ആരോഗ്യമുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളും ജീവിത ശൈലിയും അതുപോലെ എല്ലാ രംഗത്തും ആ രീതിയിൽ തന്നെ നമ്മൾ പരമാവധി ജീവിക്കാനും ആ രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ രക്ഷിതാക്കളായ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി നമുക്ക് ഒരു ദീനി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി യൂസുഫ് അലി സഖാഫി ഇത്തരത്തിൽ ക്ഷണിച്ചോളൂ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين. أما بعد. بسم الله الرحمن الرحيم. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. صدق الله العلي العظيم. قال عمر رضي الله عنه: نحن قوم أعزنا الله بالإسلام فمهما ابتغينا العزة في غيره أذلنا الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദവറുകൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് വളരെ ആനന്ദകരമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അവരുടെ പഠനം, അവരുടെ ജീവിതം ഒക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വേളയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കുട്ടികൾ കുറേ ഉള്ളതുകൊണ്ട് ശബ്ദവും കുറേ ഉണ്ടാവും.
എൻ്റെ ശബ്ദം വലുതായതുകൊണ്ട് കുട്ടികളുടെ ശബ്ദം ചെറുതാവില്ല. മുതിർന്ന ആളുകൾക്ക് അതൊരു ശല്യമാവില്ല എന്ന് ഞാൻ വിചാരിക്കാം. കുട്ടികളോട് മിണ്ടാതിരിക്കാൻ പറയാൻ നമ്മൾ ആരാണ് എന്നതുകൂടി വലിയൊരു ചോദ്യം. അവര് വളരെ നിഷ്കളങ്കമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനും മിണ്ടുന്നവരുടെ പേരെഴുതാനും ഒക്കെ പറയുന്നത് ഒരു പ്രാകൃത കലാരൂപമാണ്. ഏതായാലും നമ്മൾ മിണ്ടിക്കൊണ്ടേയിരിക്കേണ്ട ആളുകളായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാം. നമ്മൾ അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ്. മുസ്ലിമീങ്ങളെ പറ്റി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ എന്നാണ്. അഭിമാനം ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളവർ നല്ല മുസ്ലിമായി ജീവിച്ചാൽ അവൻ ഏറ്റവും വലിയ അഭിമാനിയായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ദുനിയാവിലെ നശ്വരമായ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ പ്രൗഡായിട്ട് അഭിമാനത്തോടെ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അഭിമാനത്തിന്റെ വലുപ്പത്തെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളൊരു സമൂഹമാണ്, ഇസ്ലാം കൊണ്ട് അല്ലാഹു വലിയ അഭിമാനം നൽകിയ സമൂഹമാണ്. എല്ലാ അർത്ഥത്തിലും അപമാനിതരായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു ജനതയെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തോടുകൂടെ വലിയ പദവിയും മഹത്വമുള്ള മനുഷ്യരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുത്തു. ഇസ്ലാമിന്റെ പൂർവമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകളാവട്ടെ പെൺകുട്ടികളാവട്ടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തികളായ ഈ രണ്ട് വിഭാഗം ആളുകളും ഏറ്റവും വലിയ അപമാനം നേരിട്ടിരുന്ന ഒരു കാലമായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്നത്. ആ ഒരു കാലത്തിന്റെ അതിന്റെ ക്രൂരതകളിൽ നിന്നും ക്രൗര്യങ്ങളിൽ നിന്നും ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ അഭിമാനബോധമുള്ള ഇസ്സത്തുള്ള മനുഷ്യരാക്കി നമ്മളെ എല്ലാവരെയും മാറ്റിയെടുത്തു. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അഭിമാനം, ലോകത്തെ മനുഷ്യർക്ക് ഏറ്റവും വലിയ അഭിമാനം നൽകിയത് എന്ന് അവിടുത്തെ പഠനങ്ങളിലൂടെയും അവിടുത്തെ അധ്യാപനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അവസാനത്തെ പ്രഭാഷണം ചരിത്രം വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയ അറഫ പ്രഭാഷണം. ലോകത്ത് ഇന്നും വലിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് അവസാനം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് മുഴുവനും ഏറ്റവും വിലപ്പെട്ട ഉപദേശം നൽകിയ പ്രഭാഷണം. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ പ്രഖ്യാപനമാണ് നടത്തുന്നത്. ചരിത്രത്തിലോ വർത്തമാന സാഹചര്യങ്ങളിലോ ഒരിക്കലും തന്നെയും ഇത്രമേൽ ഉദാത്തമായിട്ടുള്ള മാനവരാശിക്ക് എല്ലാ അർത്ഥത്തിലുള്ള ബഹുമാനം നൽകിക്കൊണ്ടുള്ള ഒരു പ്രയോഗത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ ദിവസത്തിന്റെ മഹത്വം പോലെ ഈ നാടിന്റെയും ഈ മാസത്തിന്റെയും ഒക്കെ മഹത്വത്തെക്കാൾ ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാണ് അവരന്റെ രക്തവും അവരന്റെ സമ്പത്തും അവരന്റെ അഭിമാനവും നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യം ഒന്ന് വായിച്ചു നോക്കൂ.
ഇന്നും ഫലസ്തീനിലെ കുട്ടികൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ ഇതൊക്കെ കഥകളായിട്ട് മാറിയിട്ടുണ്ട്. ബെന്യാമിൻ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് കെട്ടുകഥകളായിരിക്കും. പക്ഷേ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ആ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഉമ്മ, ഒരു കുഞ്ഞു കുട്ടികളുടെ ഉമ്മ, ടെന്റിൽ താമസിക്കുന്ന ഉമ്മ വളരെ വേദനയോടെ ലോകത്തോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസമായി, ഇന്ന് സന്നദ്ധ സംഘത്തിന്റെ ഭക്ഷണം വരും, അതിന് മുതിർന്ന കുട്ടിയെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞയച്ചു. അവന്റെ താഴെയും കുട്ടികളുണ്ട്. അവൻ ക്യൂവിൽ നിന്നു. പക്ഷേ അത്രയൊന്നും കായിക ശേഷിയില്ലാത്ത അവൻ ക്യൂവിൽ നിന്ന് തള്ളപ്പെട്ടു. ഭക്ഷണം തീർന്നു. അവൻ കാലിപാത്രവുമായി വീട്ടിലേക്ക് വന്നു. ആ പാത്രം കണ്ട് ഞാനും എന്റെ 3 മക്കളും ഇങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോഴാണ് രാത്രി ഇങ്ങനെ കടന്നു വരുന്നത്. രാത്രിയായി. കരഞ്ഞ കുട്ടികൾ തളർന്നുറങ്ങി. അവർക്ക് പുതച്ചു കൊടുക്കാൻ പുതപ്പുകളില്ല. അങ്ങനെ അർദ്ധരാത്രി അതാ വലിയ മഴ പെയ്യുന്നു. ഞങ്ങളുടെ ടെന്റിനകത്തേക്ക് വെള്ളം കയറുന്നു. പട്ടിണി കിടക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ ഇനി ഉണരുമെന്നാണ് എന്റെ പേടി. ആ കുട്ടികൾ ഉണർന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? നാളെ ഇനി എഴുന്നേറ്റിട്ട് വേണം എനിക്ക് പുല്ലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പുല്ലെടുത്ത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനെന്ന് ആ ഉമ്മ ലോകത്തോട് പറയുകയാണ്. യുക്രൈനിലും മനുഷ്യ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ പ്രകാരം ബംഗ്ലാദേശിലും ഇസ്ലാമിന്റെ പേരിൽ ചില ആളുകൾ അപരമതങ്ങളെയും സമൂഹങ്ങളെയും കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം കൊലപാതകങ്ങളോടും തീവ്രവാദങ്ങളോടും തീർത്തും എതിര് നിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അത്തരം പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന്റെ ചോര ഒഴിക്കുന്ന, മനുഷ്യന്റെ അഭിമാനത്തെ പിച്ച് ചീന്തുന്ന പ്രവർത്തനങ്ങൾ. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയുടെ മൊറാലിറ്റിയിൽ, സോഷ്യൽ മീഡിയക്ക് മനുഷ്യന്റെ മൊറാലിറ്റിയുമായി എത്തിക്സുമായി ബന്ധപ്പെട്ട് എന്ത് നിലവാരമാണുള്ളത് എന്ന് നമുക്കറിയാം. അപരനെ ചീത്ത പറയാനും തെറി പറയാനും അപരനെ കുറച്ച് കാണിക്കാനും മനുഷ്യന്റെ കുറവുകളെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും വിമർശിക്കാനുമുള്ള ഇടങ്ങളായി സോഷ്യൽ മീഡിയയും മനുഷ്യന്റെ അഭിമാനത്തിന് വലിയ അപകടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളൊരു സമൂഹമാണ്. നമ്മുടെ ഏത് സമൂഹമാണ് നമ്മൾ? ഇസ്ലാം എന്ന് പറയുന്ന ലോകത്ത് തുല്യതയില്ലാത്ത പ്രത്യയശാസ്ത്രം കൊണ്ട് അള്ളാഹു ഇസ്സത്ത് നൽകിയ സമൂഹമാണെന്നുള്ള വിചാരം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പുതിയ കാല സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും ആ ഇസ്സത്തിന്റെ വിചാരങ്ങൾ നമുക്ക് ഇല്ലാണ്ടായി പോകുന്നു എന്നുള്ളത് വലിയ വേദനയുള്ള ഒരു ചിത്രമാണ്. ഞാൻ ചില സാമൂഹിക എലമെന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിന്റെ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൈമാറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്ന ഞാൻ, എന്റെ പിന്നിൽ നിന്നൊരു വിളിക്കുന്നത് എടാ നീ എങ്ങോട്ടാണ് എന്നാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഒരു യുവതിയായ സ്ത്രീയാണ് എന്നെ വിളിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കുമ്പോ അതെന്റെ ഒരു ബന്ധുവായ സ്ത്രീയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് എന്റെ ഫാമിലിയിലുള്ള, എന്റെ ബന്ധുവായിട്ടുള്ള, ഇസ്ലാമിക ജീവിതത്തിൽ നല്ല പവിത്രത പുലർത്തിയിരുന്ന ഒരു സഹോദരി ഈ ഒരു വേഷത്തിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റക്ക് ഇങ്ങനെ എവിടേക്ക് പോകുന്നു? ഞാൻ MES-ലേക്ക് പോകുന്നു. എന്തിന് MES-ലേക്ക് പോകുന്നു? ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എന്തോ പഠിക്കുകയാണ്. ഞാനപ്പോൾ എന്റെ മനസ്സിൽ ചില വിചാരങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. പഠിക്കാൻ ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. പഠനം എന്ന് പറയുന്നത് ലോകത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും പറ്റാവുന്നതൊക്കെ പഠിക്കേണ്ട ആളുകളുമാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഞാനപ്പോൾ ചിന്തിച്ച കാര്യം അതല്ല. എന്തിനാണ് പഠിക്കാൻ പോയി എന്ന വിചാരത്തിൽ, അല്ലെങ്കിൽ ആധുനികമായ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി എന്ന വിചാരത്തിൽ ഇതുവരെയുള്ള ഇസ്ലാമിക വേഷങ്ങൾ എന്തിന്റെ പേരിൽ വലിച്ചെറിയുന്നു എന്നത് എനിക്കൊരിക്കലും ചിന്തിച്ചിട്ട് മനസ്സിലായില്ല. നമ്മുടെ സമൂഹത്തിന്റെ ചില അവസ്ഥകളാണ്. തനിക്കെന്തെങ്കിലും പുരോഗതികൾ ലഭിച്ചു എന്ന് വിചാരിക്കുമ്പോഴേക്ക് തന്റെ ഇന്നലകളിലെ എല്ലാ സാംസ്കാരിക മൂല്യങ്ങളെയും വളരെ നിലവാരമില്ലാതെ വലിച്ചെറിയുന്ന ഏറ്റവും വേദനാജനകമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ മൂല്യങ്ങൾ, ആ ഇസ്സത്തിന്റെ, അഭിമാനത്തിന്റെ ഇസ്ലാം
നമുക്ക് വലിച്ചെറിയേണ്ട ഒരു ഇടവുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളെ ഇന്നലകളിൽ പഠിപ്പിച്ച ദീന്, ആ ദീന് തന്നെയാണ് ശരിയെന്ന് എന്തുകൊണ്ടും നമുക്ക് മനസ്സിലാകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളൊക്കെ എന്നെ ശ്രമിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇവിടെ പ്രഭാഷണം നടത്തുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. നിങ്ങളുടെ കൂടെ ഒന്ന് ചിന്തിക്കുന്നുവെന്ന് മാത്രം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കഴിഞ്ഞ കാലത്തെ വളരെ റീസെന്റ്ലി ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സാമൂഹിക സാഹചര്യത്തിൽ ജനനവുമായി ബന്ധപ്പെട്ട്, ഫാമിലി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ രൂപപ്പെടുത്തിയ ഒരു സാംസ്കാരികമായ അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. നമുക്കറിയാം എത്ര സ്ത്രീകളാണ് തങ്ങളുടെ മക്കളെ പ്രസവിക്കാനുള്ള ശേഷിയെ ആരോഗ്യശാസ്ത്രത്തിന്റെ, നമ്മുടെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് തങ്ങളുടെ ശരീരത്തിൽ വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഓപ്പറേഷനുകൾ നടത്തിയത്. ഗർഭപാത്രം എടുത്തു കളയുന്നതടക്കമുള്ള ഓപ്പറേഷനുകൾ എത്ര പേരാണ് നടത്തിയത്? പക്ഷെ ഇന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ നമ്മളുടെ മെഡിക്കൽ സയൻസ് തന്നെ അതിനെതിരെ പ്രവർത്തിക്കുകയാണ്. ഗവൺമെന്റ് തന്നെ പറയുന്നു അത്തരം ദുരന്തങ്ങളിലേക്ക് നിങ്ങൾ പോവരുത് എന്ന്. നമ്മൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് എന്തൊക്കെയോ അങ്ങ് ചാടി വീണ് ചെയ്യുന്നവരായതിന്റെ ദുരന്തങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ടെക്നോളജിസ്റ്റുമായ ഇലോൺ മസ്ക് സൗദിയിൽ നടന്ന ഒരു ഗ്ലോബൽ സമ്മിറ്റിൽ ലോകത്തോട് ചോദിക്കുന്നു, ലോകത്ത് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന്. ഇലോൺ മസ്കിനെ അറിയാത്തവരുണ്ടാവില്ല. സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും ലോകത്തെ മനുഷ്യർ ഇന്ന് വരെ കണ്ടെത്താത്ത ടെക്നോളജികളുടെ അധിപനായിട്ടുള്ള, ആകാശത്തുകൂടെ ഭൂമിയുടെ പ്രിപ്പറേഷനിലുള്ള പറയാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? അത് ഗ്ലോബൽ വാർമിംഗ് ആണോ? ആഗോളതാപനത്തിന്റെ പേരിൽ ഓസോൺ ലെയറുകൾ കോട്ട വീഴുന്നതാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഒരിക്കലുമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം ഡീപോപ്പുലേഷൻ ആണ്, നെഗറ്റീവ് പോപ്പുലേഷൻ ആണ് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മനുഷ്യർ കുറയുന്നു എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം. അത് തിരിച്ചറിയാനുള്ള ശേഷി മനുഷ്യർക്ക് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മുടെ നാടുകൾ സഞ്ചരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അതിനുവേണ്ടി ഇലോൺ മസ്ക് ഉദാഹരിക്കുന്നത് കൊറിയയാണ്. കൊറിയ എന്ന് പറയുമ്പോ ഇവിടെയുള്ള പല ആളുകൾക്കും വളരെ സുപരിചിതമായിരിക്കും. ഒരു 30 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾക്ക് ചിലപ്പോ കൊറിയ ഒരു സംഭവമായിരിക്കില്ല. ഞാൻ പല ക്ലാസ്സിലും കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മക്കയും മദീനയും കഴിഞ്ഞാൽ പോവാൻ ഇഷ്ടമുള്ള നാട് ഏതാണെന്ന്. കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ പറയാനുള്ളത് അവർക്ക് കൊറിയയിലേക്ക് പോകണമെന്നാണ്. എന്തിനാണ് അവർക്ക് കൊറിയയിലേക്ക് പോകുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കി. അവരിൽ നിന്ന് കുറെ പ്രതികരണങ്ങൾ ചോദിച്ചു നോക്കി. അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി, അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് BTSനോടുള്ള ഭ്രമമാണ്. അതിനപ്പുറവും വേറെയും കൊല കാര്യങ്ങളാണ്. അന്ധമായി അങ്ങനെ ആ രാജ്യത്തിലെ ജനങ്ങളുടെ സംസ്കാരത്തെ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസ് സാഹചര്യം നമുക്കുണ്ട്. എന്നാൽ ഇലോൺ മസ്ക് പറയുന്നു ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് കൊറിയയിലാണ്. കൊറിയയുടെ പ്രസിഡന്റ് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു, ഈ കൊറിയ എന്ന് പറയുന്നത് വെറും ഒരു ജോഗ്രഫിക്കൽ ടെറിട്ടറി ആയിട്ട് അവസാനിക്കും. ഇതിനകത്ത് മനുഷ്യരുണ്ടാവില്ല. 2 or 3 തലമുറ കഴിഞ്ഞാൽ 0 പോപ്പുലേഷൻ ഉള്ള രാജ്യമായി കൊറിയ മാറുമെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്തേ കാരണം? ജനനത്തിന്റെ കുറവാണ്. ഓരോ തലമുറകളിലും 3-2% മനുഷ്യർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ, അതുപോലെയുള്ള രാജ്യങ്ങളിൽ വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രൈമറി സ്കൂളുകളുടെ ബോർഡുകൾ മാറ്റി വൃദ്ധസദനങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന ദുരന്തം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ലോകത്തെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട്, ഡെമോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ ഉച്ചരിച്ചത്. ഇസ്ലാം നമ്മളോട് പറഞ്ഞ അതൊന്നും വെറുതെയല്ല. ലോകത്തെ ഏറ്റവും ദൈക്ഷണികമായ വിചാരമാണ് ഇസ്ലാം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അത് പുതിയ കാലത്ത് എല്ലാത്തരം പ്രാതികൂല്യങ്ങൾക്കിടയിലും പ്രതിരോധിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശേഷി ഇസ്ലാം കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശേഷിയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ്
നമ്മൾ ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ത്രെഡിലോ എക്സിലോ ഒക്കെ വല്ല റീൽസുകളും വന്നിട്ട് നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. റീൽസുകൾ നമ്മളോട് പറയുന്നത് എന്തൊക്കെയോ സംഭവ ബഹുലമായ കാര്യമാണ്. ഈ 1.5 മിനിറ്റിൽ ഞാൻ പറയുന്നത് നീ അത് അഡാപ്റ്റ് ചെയ്ത് ജീവിതത്തിൽ പുലർത്തണമെന്നാണ് റീൽസുകൾ നമ്മളോട് പറയുന്നത്. കാണുന്ന റീലുകൾ മുഴുവനും എനിക്കുള്ളതാണെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ സാമാന്യബോധത്തോടെ മനസ്സിലാക്കണം. എല്ലാ റീലുകളും റിയൽ അല്ല എന്ന് ക്ലീശേ പറയുകയല്ല, റിയൽ തന്നെയേ അല്ല. അതെല്ലാം ഒരുപാട് സമയങ്ങൾ എടുത്തുകൊണ്ട് പ്രിപ്പയർഡ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു എന്റർടൈൻമെന്റ് നൽകുന്നതാണ്. അല്ലാതെ അത്തരം റീലുകൾ നമ്മുടെ മസ്തിഷ്കങ്ങളെ ഗ്രഹിച്ചാൽ, നമ്മുടെ മസ്തിഷ്കങ്ങളെ അത്തരം റീലുകൾ ബാധിച്ചു കഴിഞ്ഞാൽ ദുരന്തപൂർണമായ ജീവിതമായിരിക്കും നമ്മളെ കാണാൻ കാത്തിരിക്കുന്നത്. എനിക്കൊറ്റ ലൈഫേ ഉള്ളൂ, പരമാവധി ആ ലൈഫ് ഞാൻ ആനന്ദിക്കണമെന്ന വിചാരമുണ്ടല്ലോ, അത് റീലുകൾ നമുക്ക് പകർന്നു തരുന്നതാണ്. എന്റെ ലൈഫിൽ എനിക്ക് പരമാവധി സമ്പാദിച്ച് ചെലവഴിക്കണമെന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള റീലിന്റെ അനുഭവങ്ങളാണ്. ഇത്തരം അനുഭവങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ എന്താണ് ഏറ്റവും പുരോഗമനപരമായ രാജ്യങ്ങളിൽ സംഭവിച്ചത് എന്ന പഠനം നമ്മൾ നടത്തി നോക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുക. ആത്മഹത്യകൾ അത്തരം സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആത്മഹത്യ വർദ്ധിക്കുന്നത്? ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചിട്ട് ഇനി എന്ത് സന്തോഷമെന്ന ചോദ്യചിഹ്നം ബാക്കിയാകുന്നത് കൊണ്ട് ഇനി ജീവിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് സ്കാൻഡിനേവിയൻ കൺട്രീസ് അടക്കമുള്ള ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ആത്മഹത്യയിലും 1-ാം സ്ഥാനത്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ പാവനമായ ഒരു വഴിയെ, ഒരു സംസ്കാരത്തെ വിശുദ്ധമായ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിനെ നമ്മൾ പഠിക്കണം. മുസ്ലിമാണ് നമ്മൾ, പക്ഷേ ഇസ്ലാമിനെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ എത്ര അപകടകരമാണ് നമ്മുടെ കാര്യം. നമ്മുടെ മക്കൾ ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടിയാണ് സഹ്റത്തുൽ ഖുർആൻ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്കൂൾ സംവിധാനങ്ങൾ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. ആ സംവിധാനങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്, സഹ്റത്തുൽ ഖുർആൻ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് പുതിയ കാലത്ത് ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള വിദ്യാർത്ഥിയും മുസ്ലിമുമായി മാറ്റാൻ വേണ്ടിയാണ്. ആ പ്രതിരോധ ശേഷി ഓക്സ്ഫോർഡിൽ പോയാലും, കാംബ്രിഡ്ജിൽ പോയാലും, ബെർക്ലിയിൽ പോയാലും, അല്ലെങ്കിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ സ്റ്റാർബക്സിൽ പോയാലും, അതുപോലെ തന്നെ വലിയ വലിയ ടെക്നോളജിയുടെ ആസ്ഥാനങ്ങളിൽ പോയാലും, ഗൂഗിളിൽ പോയാലും, മൈക്രോസോഫ്റ്റിൽ പോയാലും, ബെൻസിൽ പോയാലും, ഓഡിയിൽ പോയാലും, ഏത് വലിയ ടെക്കി ഭീമന്മാരുടെ ഇടങ്ങളിൽ പോയാലും നമുക്ക് ഇസ്ലാമിനെ പുലർത്താൻ കഴിയും, ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഇസ്ലാമിക ബോധമുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് വൈറ്റ് ഹൗസിനകത്ത് പോലും ജുമാ തുടങ്ങേണ്ടി വന്നത്. തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണെങ്കിലും നല്ല ഒരു മുസ്ലിമായി മാറാനാണ് നമ്മുടെ ഈ പഠനങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ പേടിക്കാനുള്ള ശേഷിയെ രൂപപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് സഹ്റത്തുൽ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധമായ ഖുർആനിനോളം മനോഹരമായിട്ടുള്ള ആശയവും പാരായണ സൗന്ദര്യവുമുള്ള ഒരു ഗ്രന്ഥം ലോകത്തില്ല എന്ന് ലോകത്ത് എല്ലാ ആളുകൾക്കും പറയാനുള്ളതാണ്. വളരെ റാൻഡംലി നിങ്ങൾ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ChatGPTയിൽ സെർച്ച് നോക്കിയാൽ മതി. ഏറ്റവും മികച്ച വായനയുള്ള പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കിയാൽ ഒന്നാമത് എന്തായാലും നിങ്ങൾക്ക് ഖുർആനിന്റെ റിവ്യൂ ആണ് വരിക എന്നുള്ളതിൽ സംശയമില്ല. എന്തുകൊണ്ടാണത്? വിശുദ്ധമായ ഖുർആൻ ലോകത്തെ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്, ലോകത്തെ ഏറ്റവും പഠിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. നമ്മുടെ മക്കൾ ആ വിശുദ്ധമായ ഖുർആനാണ് വളരെ ഇളം പ്രായത്തിൽ പഠിക്കുന്നത്. അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്ന വളരെ വിശിഷ്ടമായ അവരുടെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധമായ ഖുർആനിന്റെ ടെക്നോളജി കൊണ്ട്, വിശുദ്ധമായ ഖുർആനിന്റെ പ്രോഗ്രാമിംഗ് കൊണ്ട് അവരുടെ തലച്ചോറിനെ ക്രമീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സഹ്റത്തുൽ ഖുർആൻ ഒരു ജീവിതമാണ്, ഒരിക്കലും ഒരു ലിവിംഗ് സ്കൂളാണ്, അല്ലാതെ ഒരു ടീച്ചിങ് സ്കൂൾ അല്ല. അത് ജീവിച്ചുകൊണ്ടാണ് സഹ്റത്തുൽ ഖുർആനിലെ ഒരു കുട്ടി അവന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. ടീച്ചർ, അധ്യാപിക, മാഡം അവനിക്ക് കാണിച്ചു കൊടുക്കുന്നത് മനോഹരമായ ഒരു ജീവിതത്തെയാണ്. ആ ജീവിതം ദർശിച്ചുകൊണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് GQയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഷ പഠിക്കുന്ന കുട്ടി ആ ഭാഷയെ പ്രയോഗിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. എല്ലാം പ്രയോഗത്തിലൂടെ ജീവിതത്തിൽ ഏറ്റവും കൃത്യമായി അടയാളപ്പെടുത്താൻ GQ അവസരമൊരുക്കുകയാണ്.
ഇവിടുത്തെ GQ-വിൽ നമ്മുടെ ഗ്രേഡ് സിസ്റ്റവും ഉണ്ട്. GQ-വിന്റെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്രേഡിൽ പഠിക്കുന്നു. ഗ്രേഡിലും ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള സ്കൂളാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ അവര് നല്ല റിസൾട്ടുകൾക്ക് അവർക്കുണ്ട്. പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ടുകളുണ്ട്. പുറത്ത് കോമ്പറ്റീഷന് പോകുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ടുകളുണ്ട്. ഈയിടെ ഒരു GQ-വിന്റെ ഗ്രേഡിൽ ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് അല്പനേരം ഒന്ന് സംസാരിച്ചു നോക്കി. ആ സംസാരത്തിനിടയിൽ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, വളരെ റാൻഡംലി ഒരു കുട്ടിയെ ചൂണ്ടിയിട്ട് ചോദിച്ചു, മോനെ നീ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണെന്ന്. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാനിപ്പോ ഇക്കിഗായിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിലെ ഒക്കിനാവ ദ്വീപിലെ മനുഷ്യരെ കുറിച്ച് പറയുന്ന, മനുഷ്യന്റെ ഏറ്റവും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവാനുള്ള രഹസ്യങ്ങൾ പറയുന്ന ഇക്കിഗായി എന്ന പുസ്തകമാണ് 5ാം ക്ലാസ്സുകാരനായ GQ കഴിഞ്ഞു വന്ന കുട്ടി വായിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ നീ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്താണ്? ആ കുട്ടി പറയാണ്, 4ാം ക്ലാസ്സിലെ കുട്ടിയാണ്, റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് ആണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 പുസ്തകവും വായന തുടങ്ങി പൂർത്തിയാക്കാത്ത അവസാനിച്ച ഒരാളാണ് ഞാൻ. എന്റെ മുന്നിൽ ഈ കുട്ടികൾ പറയുമ്പോ ഞാൻ വിചാരിച്ചു പോയി, ഈ കുട്ടികളോട് സംസാരിക്കാനുള്ള യോഗ്യത എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ആ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വളരാനും വായിക്കാനുമുള്ള ശേഷിയെയാണ് GQ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. 3ാമതൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ നീ ഇപ്പോൾ വായിച്ച പുസ്തകം ഏതാണ്? കുട്ടി എന്നോട് പറഞ്ഞത് വിശ്വാസപൂർവ്വം എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതന്റെ ആത്മകഥയാണ്. ആ ആത്മകഥ ഞാനും കുറച്ച് പേജുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടിയോട് ചോദിച്ചു, എത്ര പേജ് വായിച്ചു എന്ന്. മുഴുവനും വായിച്ചു ഉസ്താദേ എന്ന്. ഇങ്ങനെ വളരെ ഒരു സെലക്ഷനും ഇല്ലാതെ ഡയറക്റ്റ് ചോദിച്ചപ്പോൾ ആ കുട്ടികളുടെ മറുപടിയാണത്. GQ-വിന്റെ പ്രതീക്ഷയാണത്. നമ്മുടെ കുട്ടികൾ വായിച്ചുകൊണ്ട് പുതിയ ടെക്നോളജിയുടെ അടിമകളായി മാറാതെ ജീവിതത്തിന് അർത്ഥമുള്ളവരായി വളരാനുള്ള ശേഷിയെയാണ് GQ വളർത്തുന്നത്. ഒരിക്കലും ആ കുട്ടികളുടെ മാത്രം പ്രത്യേകത അല്ല അത്. ആ കുട്ടികൾക്ക് ആ പുസ്തകങ്ങൾ വായിക്കാൻ അവസരമൊരുക്കിയ മാനേജ്മെന്റ് കൂടി പ്രത്യേകതയാണ്. അതിലപ്പുറം അതിലേറ്റവും പവറായി പ്രവർത്തിക്കുന്ന ആളുകൾ അത് രക്ഷിതാക്കളാണ്. എല്ലാ മാസവും ട്രെയിനിങ് ലഭിക്കുന്ന GQ-വിലെ പാരന്റ്സിന്റെ നിലവാരത്തെയാണ് ആ കുട്ടികളുടെ പ്രതികരണത്തിലൂടെ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അതുകൊണ്ട് GQ നമുക്കൊരുക്കുന്ന അവസരം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ പുരോഗതി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും അവർക്ക് തിരിച്ചറിവിന്റെ ലോകത്തേക്ക് സഞ്ചരിക്കാനുള്ള ശേഷിയെ കൂടിയാണ് GQ ഒരുക്കി തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹ്റത്തുൽ ഖുർആനിന്റെ കൂടെ സഞ്ചരിക്കുക, ആ സഞ്ചാരം നമ്മുടെ ഒരു കുടുംബത്തിന്റെ സഞ്ചാരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ആ സഞ്ചാരം വിശുദ്ധമായ ഖുർആനിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലൂടെയുള്ള സഞ്ചാരമാണ്. ആ സഞ്ചാരം നമ്മളെ വളരെ അനുഗ്രഹീതമായ നല്ല അന്ത്യത്തിലേക്ക്, ഹുസ്നുൽ ഖാത്തിമയിലേക്ക്, നല്ല അന്ത്യത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു വളരെ തെക്കൻ കേരളത്തിലെ ഒരു GQ-വിലെ ഒരു അനുഭവം ചോദിച്ചപ്പോൾ ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഉസ്താദെ, അള്ളാഹു എന്ന് ഉച്ചരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ, അറിവില്ലാത്ത ആളായിരുന്നു. പക്ഷേ എന്റെ കുട്ടിയാണ് എനിക്ക് അള്ളാഹു എന്ന് ഉച്ചരിക്കാൻ പഠിപ്പിച്ചു തന്നത്. വിശുദ്ധ ഖുർആനോടുള്ള പ്രേമം എനിക്കുണ്ടാക്കിയത്. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ എല്ലാത്തരം ഹിജാബുകളും ഉപയോഗിച്ച് ജീവിക്കുന്ന ഞാൻ, എന്റെ കുടുംബത്തിലും ഇതുപോലെ എന്നെ മാതൃകയാക്കുന്ന ആളുകളുണ്ട്. ഇത്തരം അർത്ഥത്തിലേക്ക് എന്നെ മാറ്റിയെടുത്തത് എന്റെ കുട്ടിയുടെ 2 കൊല്ലത്തെ GQ പഠനകാലമാണെന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഉറക്കെ പറയുന്ന ഒരു ഉമ്മയെ ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിവില്ലാത്ത മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ അറിവുള്ളവരാണ്, ഞാൻ തികഞ്ഞവനാണെന്ന ബോധം നമുക്കുണ്ടായാൽ നമ്മുടെ അപകടം അവിടെ നിന്ന് ആരംഭിക്കും. ഞാൻ തികഞ്ഞവനാണെന്ന ബോധമില്ലാതെ വിനയാന്വിതനായി, ഡൗൺ ടു എർത്തായി, ഭൂമിയോളം താഴ്ന്നുകൊണ്ട് പഠിക്കാൻ തയ്യാറായാൽ, എന്റെ മാറ്റത്തിന് വേണ്ടിയുള്ള ഇത്തരം സംവിധാനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന തിരിച്ചറിവോടുകൂടെ നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വലിയ വിജയത്തിലേക്ക് എത്തും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഇരുത്തത്തെയും ഈ ശ്രദ്ധയെയും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്ത് ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. പെരുമ്പടപ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പൊറാടത്ത് കുഞ്ഞുമോൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും.
യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ AP, വിവാദി മറുവയുടെ ട്രസ്റ്റിമാരായ KP കുഞ്ഞുക്ക, ഷമീർ അരിമൽ, മറ്റു രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഏകദേശം 9 വർഷം മുമ്പ് അയിരൂരിൽ വളരെ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച ഈ സ്ഥാപനം ഇന്ന് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ആത്മീയവും അതുപോലെ തന്നെ മതപരവുമായ ഭൗതികവുമായ ഒരു സ്ഥാപനമായി ഉയരാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു 9 വർഷം മുമ്പ് ഇതിൻ്റെ തുടക്കത്തിൽ ഇതുപോലൊരു അവസരം ലഭിച്ചപ്പോൾ ഇത്രയും വലിയ ഒരു സാമ്പത്തിക മുടക്കി ഈ സ്ഥാപനം അയിരൂരിൽ നിലനിൽക്കുന്ന ഒരാശങ്ക അന്ന് ബഹുമാനായ സ്പീക്കർ അടക്കം പങ്കുവച്ചപ്പോൾ ഇതിൻ്റെ സംഘാടകർ പറഞ്ഞൊരു വാക്ക് തീർച്ചയായിട്ടും ഇതൊരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറ്റണം, അതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും സർവശക്തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ ഈ സ്ഥാപനം ഇന്ന് അയിരൂരിൽ അറിയപ്പെടുന്ന, നമ്മുടെ ചുറ്റുവട്ടത്ത് ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറാൻ സാധിച്ചു. തീർച്ചയായും നമ്മുടെ മക്കളെയും ആത്മീയവും ഭൗതികവുമായും ഒക്കെയുള്ള വിദ്യാഭ്യാസം ലഭിച്ച് നമുക്കെല്ലാവർക്കും, നമുക്കും നമ്മുടെ സമൂഹത്തിനും ഗുണപ്രദമാവുന്ന രീതിയിൽ വളരുവാനും അത് ആസ്വദിക്കുവാനും സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം നമ്മളിവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാനാണ് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. തീർച്ചയായും ഈ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് സർവശക്തൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഈ സ്ഥാപനത്തിനും ഇതിൻ്റെ നടത്തിപ്പുകാർക്കും അധ്യാപക രക്ഷിതാക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. ബഹുമാനപ്പെട്ട ഉസ്താദ്, മറ്റ് വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തികളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. 2014 ആരംഭിച്ച ഈ സ്ഥാപനം 2024 ആണ് നമ്മളിപ്പോൾ വാർഷികാഘോഷം കൊണ്ടാടുന്നത്. അടുത്ത കൊല്ലം മുതൽ 10ാമത്തെ കൊല്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഏതായാലും ഈ സ്ഥാപനം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ എല്ലാ രൂപത്തിലുള്ള വിജയങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 100 കണക്കിൽ കുട്ടികൾ ഖുർആൻ പഠിച്ച് മറ്റ് പല രൂപത്തിലുള്ള പഠനങ്ങളും സ്കൂളിൽ നിന്നും ഗ്രഹിച്ചു. അങ്ങനെ ഒരു നല്ല ഒരു മനുഷ്യനായി ജീവിക്കുവാൻ അത്യാവശ്യമായ അറിവുകൾ 3 വയസ്സ് മുതൽ തന്നെ തുടങ്ങുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ മുസ്ലിം സമുദായം ഇന്ന് പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരാളെ പ്രസംഗം ഞാൻ വായിച്ചു. അതിൽ പറഞ്ഞത് പാകിസ്ഥാനിലെ ഖുർആനാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ഓതുന്നത് എന്നാണ്. ആ പറഞ്ഞ ആളും ഖുർആനും കൂടിയുള്ള ബന്ധം എന്താണെന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ ഒരു ഖുർആൻ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളത് ഒരു സത്യമല്ലേ? അതിനൊക്കെ ഏതെങ്കിലും രൂപത്തിൽ സമുദായത്തെ ഭിന്നിപ്പിക്കുക, അല്ലെങ്കിൽ സമുദായത്തെ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇനി അദ്ദേഹം അടുത്ത പ്രാവശ്യം പറയുക, പാകിസ്ഥാനിൽ ളുഹർ 4 നിസ്കാരമാണ്, 4 വഖത്താണെന്നാണ്.
അതുകൊണ്ട് ഇന്ത്യയിൽ അത് 3 വക്താക്കണം. സുബൈ 2 പാകിസ്ഥാനിൽ. അതുകൊണ്ട് ഇന്ത്യയിൽ അത് 3 ആക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കെതിരെ തൊടുത്തുവിടുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും വളർന്നു വരുന്ന തലമുറക്ക് എന്താണെന്ന് പകർത്തിക്കൊടുക്കേണ്ട ചുമതല രക്ഷിതാക്കളായ നിങ്ങൾക്കും ഞങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇന്നേ വരെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ വാദി മർവ ഇസ്ലാമിക് സെൻറ്റർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് നിങ്ങൾ നൽകിയ സഹായം വളരെ വലുതാണ്. അതിന് ഒരിക്കലും നന്ദി പറയാൻ ഞാൻ അർഹനല്ല. അതിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു ആണ് നൽകേണ്ടത്. അള്ളാഹു നൽകട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏകദേശം 10 കൊല്ലക്കാലമായിട്ടുണ്ടാവും ഈ ഇങ്ങനെ ഒരു ബന്ധപ്പെടലും നമ്മൾ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യലും ഒക്കെ തുടങ്ങിയിട്ട്. ആ രൂപത്തിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ സഹകരണം ഇനിയും വേണം. അത് ഏതൊക്കെ രൂപത്തിൽ വേണം തന്നെ, സാമ്പത്തികമായ സഹായമല്ല, കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായതും അത്യാവശ്യമായതും കുട്ടികളാണ്. അപ്പോൾ നിങ്ങളിൽപ്പെട്ട കുട്ടികളും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടികളും നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ള കുട്ടികളെയും നിങ്ങൾ ഈ വിഷയങ്ങൾ സഹറത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഉസ്താദ് വളരെ വിശദമായി പ്രതിപാദിച്ച സ്ഥിതിക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രേരണ കൊണ്ട് നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ സഹറത്തുൽ ഖുർആനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് നാളെ ആഖിറത്തിൽ അതൊരു മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോണത് 2 കാര്യമാണെന്നാണ് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. ഒന്ന് ജാരിയായ സദക്ക, സാലിഹായ സന്താനം. ഈ സാലിഹായ സന്താനം എന്നുള്ള രൂപത്തിൽ വാർത്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സഹറത്തുൽ ഖുർആൻ. വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയിലേക്ക് നമ്മൾ ജീവിത പദ്ധതിയായ ഖുർആൻ കയറ്റിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് ആകർഷിച്ചതും കുട്ടികളെ ചേർത്തും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനിയും നമുക്ക് ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. അതിന് നിങ്ങളുടെ കുട്ടികൾ പരിസരത്തുള്ളവരൊക്കെ നിങ്ങളുടെ പ്രേരണ കൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇത് കൂടാതെ ഈ 3 കൊല്ലത്തെ സഹറത്തുൽ ഖുർആൻ കഴിഞ്ഞാൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്. ആ സ്കൂളും ഈ സഹറത്തിനോട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ദീനീ രൂപത്തിൽ ഖുർആനും അതുപോലെ ഹദീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഈ മദ്രസയ്ക്ക് വേണ്ടി മാത്രം സുന്നി വിദ്യാഭ്യാസ ബോർഡിനുള്ള സിലബസ് വെച്ചിട്ട് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് ആണ്. അപ്പം നിങ്ങൾ 3 കൊല്ലം കഴിഞ്ഞാലും ഇതിൽ നിന്ന് വിടാതെ സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുവരെ നിങ്ങൾ നൽകിയ സഹായകവും സഹകരണവും മേലിലും ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തതായി നമുക്ക് ഇവിടെ 2-3 ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കാൻ ഉണ്ട്. അവരെ ആദ്യമായി നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ ട്രഷററായ കുഞ്ഞു സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. സഹറത്തുൽ ഖുർആൻ എന്ന ഈ സ്ഥാപനം തുടങ്ങി വച്ചിട്ട് ഏകദേശം 10 വർഷത്തോളമായി. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും അതാത് സമയത്ത് വ്യത്യസ്തപ്പെട്ട സമീപനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ
സോഷ്യൽ മീഡിയയിലെല്ലാം മാജിദമാരും ഫെമിനിസ്റ്റുകളും നിറഞ്ഞു നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാതെ ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം സമയം കണ്ടെത്തിയത് കൊണ്ട് ഉണ്ടായ ദോഷങ്ങളാണ്. അതല്ലാതെ ഒരിക്കലും ഇസ്ലാം എന്താണെന്ന് പഠിച്ചവർക്ക് ആ രൂപത്തിൽ സംസാരിക്കുവാനോ പൊതുരംഗത്ത് കുറിപ്പുകൾ എഴുതുവാനോ സാധിക്കുകയില്ല. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ മോചിതരാകണം എന്നുള്ള ആശയത്തോടെ കൂടിയാണ് ഈ ദഹ്റത്തുൽ ഖുർആന് അയിരൂർ എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇതൊരു ലാഭകരമായ പദ്ധതിയല്ല. നമ്മുടെ കുട്ടികൾ വരുംകാലത്ത് അവരുടെ രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടണം, ഖുർആൻ എന്താണെന്നുള്ളത് അവർ പഠിക്കണം എന്നുള്ള സതുദ്ദേശം മാത്രമാണ് ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കുട്ടികളുടെ പല പരിപാടികളും നടക്കേണ്ടതാണ്. അതുകൊണ്ട് ദഹ്റത്തുൽ ഖുർആനിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്നവരും ഇസ്ലാമിക ആദർശത്തോടെ ജീവിക്കുവാൻ കഴിവുറ്റവരും ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ശംസുദ്ദീൻ പന്നാനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയദൈർഘ്യം മനസ്സിലാക്കുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടിയാണ്. മികച്ച സംവിധാനത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റിനെ, രക്ഷിതാക്കളെ ഇതുമായി സഹകരിച്ച് സഹായിക്കുന്ന നല്ല മനസ്സുകളെ മുഴുവനും സ്മരിക്കുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ ഈ കഴിവിൻ്റെ ബേക്കിൽ അഹോരാത്രം പരിശ്രമിക്കുന്ന ഈ ഗുരുമുഖങ്ങളെ പ്രത്യേകമായി അവരോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാഭ്യാസ സംവിധാനത്തോട് സഹകരിച്ച് സഹായിക്കുന്ന നല്ല മനസ്സും സഹകരണവും പ്രത്യേകമായി അറിയിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുകളെ മുഴുവനും നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞങ്ങളുൾപ്പെടെയുള്ള ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ഗുരുനാഥന്മാരെ പ്രത്യേകമായി നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സമയദൈർഘ്യം മനസ്സിലാക്കി ചുരുക്കുന്നു. എല്ലാവർക്കും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലക്ക് ആശംസ അർപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശക്തമായ ചൂടിലാണ് മുഴുവൻ രക്ഷിതാക്കളും ഈ പ്രോഗ്രാം ആസ്വദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സാങ്കേതികമായുണ്ടായ ചെറിയ തകരാറ് മൂലമാണ് ഇങ്ങനെ ചൂട്ടത്തിരിക്കേണ്ടി വരുന്നത്. 2 മണിക്കൂറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാനേജ്മെന്റ്, ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് അതിൽ വലിയ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശരിയാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള നടപടികളും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു തടസ്സത്തിൽ ക്ഷമ ഉറപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഇനാഗുറേഷൻ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ്, അതുപോലെ IIME സോണൽ സ്റ്റേറ്റ് മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയവർ, അതുപോലെ പാരൻസ് ട്രെയിനിങ്ങിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് നേടിയ പാരൻസ്, ഇവർക്കുള്ള ചെറിയ മെമൻറ്റോ സർട്ടിഫിക്കറ്റ് ഇവിടെ നൽകുകയാണ്. അതുകൂടെ കഴിഞ്ഞ ശേഷം ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ പ്രോഗ്രാമുകളുടെ തുടരും എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹമ്മദ് തൻവീർ LGQB. Next, it's time for Muhammad Rishan C LGQA.
Then I call upon Fatima Rabia UZQB. Then I cordially invite Arwa Fatima UZQB. I invite Muhammad Sahel MZQB. Next, it's time for Amir Jishad MZQB. I invite Nazila Nawaz grade 1. Then I call upon Fatima Zalfa grade 2. Then I cordially invite Zafar Rahman grade 4. I invite Muhammad Bishar grade 4. Next, it's time for Ahsin Abu Bakar AMZQA. Then I call upon Muhammad Shammas VS MZQA. Then I call upon Nishan MZQA. Then I cordially invite Muhammad Afnan UZQA. Next, it's time for Abdurrahman bin Adnan UZQA. Then I cordially invite Nazim grade 3. I think you all know about our ZQ monthly parents training. I am so happy to say that thanks to some parents, those who participate the most of parents training. Now it's time for giving them special appreciation. For that, I invite some special parents. First, I invite Rubina, mother of Fatima Rabia. Then Leila, mother of Muhammad Faizan. Sheima, mother of Muhammad Hamdan. Safina, mother of Adam Zaman. Ansiya Ayan Ashkar. Shifna, mother of Izian Muhammad Ali. Nasima, mother of Muhammad Aswan. Aisha B, mother of Abdul Hadi. Sumayya, mother of Zakiya Zainab. Muhsina, mother of Ahsin Abu Bakar. Asna Shafiq, mother of Muhammad Adam. Suhara, mother of Muhammad Salim. Hasna Farooq, mother of Fatima Noora. Shahala, mother of Fatima Zahra. Light upon light prizes. Quranic his from our school. We conducted more program related to IAME. Like auditorium, light upon light, state athletic meet, etc. Now it's time for prize distribution for that.
Quranic his competition. First prize Haiza Fatima grade 3. Next Safa Tasneem പറഞ്ഞോ. Safa Tasneem Matra. Safa Tasneem Quran. Next, I invite group song winners Mustafa, Firnas, Shahzad, Afras, Muhammad Razi P, grade 3 boys. Quiz competition, second prize Hashim, grade 3. Reading Malayalam, third prize Haiza Fatima grade 3. Arabic recitation പറഞ്ഞോ. Arabic recitation Safa Tasneem. State athletic meet Kozhikode, cricket ball throw, third prize Muhammad Jahaz grade 3. വാങ്ങിപ്പോയതാണ്.